ശബരിമല യുവതീ പ്രവേശന ഹർജികൾ സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ഹർജികൾ സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, വിവരങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കുമെന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 1-ാം നമ്പർ കോടതിയിൽ 44-ാമത്തെ കേസായിട്ടാണ് ഈ ഹർജികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഹർജികൾ പരിഗണിക്കുക. 2019-ലാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി അവസാനമായി പരിഗണിച്ചത്. 7 വർഷങ്ങൾക്ക് ശേഷമാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. 2018-ലാണ് യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ് ഉണ്ടാവുകയും പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിലടക്കം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് നിരവധി ഹർജികളാണ് ഇതിനെതിരെ സുപ്രീം കോടതിയിൽ എത്തുകയും പിന്നീട് ഒരു വിശാല ബെഞ്ച് ഈ ഹർജികൾ പരിശോധിക്കാൻ വേണ്ടി സുപ്രീം കോടതി രൂപീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ കോവിഡ് അടക്കമുള്ള നിരവധി കാരണങ്ങൾ കാരണം ഈ ബെഞ്ചിന്റെ വാദം മുന്നോട്ട് പോയിരുന്നില്ല. ആ ബെഞ്ചിൽ 9-അംഗ ബെഞ്ചിൽ അവശേഷിക്കുന്ന ഒരേ ഒരു അംഗമെന്ന് പറയുന്നത് നിലവിലെ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്താണ്. കഴിഞ്ഞ മാസങ്ങളിലടക്കം ഒരു അഭിമുഖത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ ഒരു ബെഞ്ച് രൂപീകരിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട വാദമായിരിക്കും പ്രധാനമായും സുപ്രീം കോടതിയിൽ നടക്കുക. മതാചാരങ്ങൾ സംബന്ധിച്ചുള്ള ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരിക. മതസ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശവും സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പരിശോധിക്കാൻ ഒരു ബെഞ്ച് രൂപീകരിക്കുമെന്നതാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഉന്മേഷ്, ഏറെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശബരിമല യുവതീ പ്രവേശന ഹർജികൾ സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ പോകുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായതാണ്. അതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ, തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ വലിയ ചർച്ചയായതാണ്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി ചേരുന്നത് PR അരവിന്ദാണ്. അരവിന്ദ്, നേരത്തെ ഉണ്ടായ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അത് കേരളത്തിൽ എത്രത്തോളം ചലനങ്ങൾ ഉണ്ടാക്കിയതാണ് ആ കോടതി വിധി എന്നത് നമ്മുടെ മുൻപിലുണ്ട്. എങ്ങനെയായിരിക്കും കോടതി ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക അരവിന്ദ്? ഉന്മേഷ്, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ശബരിമല യുവതീ പ്രവേശനം വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിരവധി വിവാദങ്ങൾ തുടരുന്നു. സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിവാദങ്ങൾ തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ശബരിമലയെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളും വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2019-ലാണ് ഈ ഹർജികൾ അവസാനമായി സുപ്രീം കോടതി പരിഗണിക്കുന്നത്. 2018-ൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് വരുന്നു. പിന്നീട് നിരവധി ഹർജികൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കമുള്ള നിരവധി ഹർജികൾ സുപ്രീം കോടതിയിൽ വരികയായിരുന്നു. പിന്നീട് ഒരു വിശാല ബെഞ്ച്, 9-അംഗ ബെഞ്ചായിരുന്നു അന്ന് സുപ്രീം കോടതി രൂപീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വാദം ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കോവിഡ് അടക്കമുള്ള കാരണങ്ങൾ കാരണം ഇതുപോലെ തന്നെ ഇതിൽ അംഗങ്ങളായിരുന്ന പല ജസ്റ്റിസുമാരും പിന്നീട് വിരമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിന്റെ വാദം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും 7 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. തിങ്കളാഴ്ച 1-ാം നമ്പർ കോടതിയിൽ 44-ാമത്തെ കേസായിട്ട് ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഇതിൽ പുനഃപരിശോധനാ ഹർജികൾ നൽകിയവരുടെ വാദം കേട്ടതിന് ശേഷം ഒരു വിശാല ബെഞ്ചിലേക്ക് വിടുന്ന കാര്യമായിരിക്കും സുപ്രീം കോടതിയുടെ തീരുമാനമുണ്ടാകുക. അതോടൊപ്പം തന്നെ മറ്റംഗങ്ങൾ ആരായിരിക്കും ഈ 9-അംഗ ബെഞ്ചിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി സുപ്രീം കോടതി തീരുമാനിക്കും. പക്ഷേ കേരളത്തിൽ ശബരിമല അടക്കം വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കിയാണ് ഇരു മുന്നണികളും മുന്നോട്ട് പോകുന്നത്. കാരണം സ്വർണ്ണപ്പാളി അടക്കമുള്ള വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം കോൺഗ്രസ് പ്രധാനമായും ഉയർത്തിയൊരു മുദ്രാവാക്യവും അതുപോലെ തന്നെ അവരുടെ പ്രചാരണ ആയുധവും ശബരിമലയായിരുന്നു. എന്തായാലും യുവതീ പ്രവേശനം കൂടി ഈ നിർണായകമായ ഘട്ടത്തിൽ വരികയാണ്. എന്തായാലും ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ ഈ 9-അംഗ ബെഞ്ചിൽ വാദം കേൾക്കുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും തിങ്കളാഴ്ചയാണ് 44-ാമത്തെ കേസായിട്ടാണ് യുവതീ പ്രവേശനം ലിസ്റ്റ് ചെയ്യുന്നത്. 7 വർഷത്തിന് ശേഷമാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഈ കേസ് വരുന്നത്. ഉന്മേഷ്, ശരി. PR അരവിന്ദ്, ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.